ഹലോ. അങ്ങനെ ഇതാ നമ്മുടെ വീട് പണിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തോടു കൂടി അകത്തുനിന്ന് പണിക്കാരെല്ലാം ഇറങ്ങും. അപ്പോൾ ഇത് അവസാനമായിട്ട് ലാസ്റ്റ് ഇങ്ങനെ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്യുക, പിന്നെ പോളിഷ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് ഇന്ന് നമുക്ക് വീട് മൊത്തം ഒന്ന് സെറ്റ് ചെയ്യണം. അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നതും പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കാണിക്കുന്നുണ്ട്. പിന്നെ ഞാനിതിന് മുന്നേ മലപ്പുറം കയ്യിൽ ക്രോക്കറിയിൽ പോയിട്ട് ക്രോക്കറി ഐറ്റംസ് വാങ്ങിക്കുന്ന പർച്ചേസിങ്ങിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ അതും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാർഡ്രോബൊക്കെ ആദ്യം തന്നെ വാർഡ്രോബിൻ്റെ ഒക്കെ പണികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ 2-3 പ്രാവശ്യം ക്ലീനാക്കി വെച്ചതാണ്. പക്ഷെ ബാക്കി പോളിഷും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് പൊടി ആകായിട്ട് ഉണ്ട്. അപ്പം അങ്ങനെ ഇതിപ്പോൾ ലാസ്റ്റത്തെ ഒരു ക്ലീനിങ് ആണ്. എല്ലാം പൊടി തുടച്ചെടുക്കുകയാണ്. അങ്ങനെ പോളിഷും ഒക്കെ കഴിഞ്ഞ് ഫുള്ള് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇവിടെ കാക സാധനങ്ങളായിരുന്നു. അപ്പോൾ അതെല്ലാം ഒഴിവാക്കി ഒക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഓവന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാനും വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. മഞ്ചേരി നന്ദിലത്തി മാർട്ടിക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ്. നമ്മൾ മോഡുലാർ കിച്ചണ് സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഫ്രിഡ്ജും സംഭവങ്ങളൊക്കെ അതിൻ്റെ അളവിനനുസരിച്ചിട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻറ്റീരിയറിൻ്റെ ടീം നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് അതിൻ്റെ അളവൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവളിതാ വലിയ ഫ്രിഡ്ജൊക്കെ കണ്ടാകെ കിളി പോയി നിൽക്കുകയാണ്. പിന്നെ നമ്മളിങ്ങനെ വീഡിയോസിലൊക്കെ ഇങ്ങനെ വലിയ വലിയ ഫ്രിഡ്ജുകളൊക്കെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ നേരിട്ട് കണ്ടൊക്കെ ഒന്ന് തുറന്നൊക്കെ നോക്കുമ്പോൾ പിന്നെ അതാണ് കേട്ടോ ഓൾ എക്സൈറ്റ്മെൻറ്റ്. പിന്നെ എന്താ അങ്ങനെ ഇങ്ങനെ വലിയ ഫ്രിഡ്ജൊന്നും എടുക്കാൻ വേണ്ടി പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷേ നമ്മളെ ഇൻറ്റീരിയർ ഡിസൈനറൊക്കെ പറഞ്ഞ് നമ്മളെ മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഭാവിയിൽ നമുക്ക് വലിയ ഫ്രിഡ്ജൊക്കെ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ പൊളിച്ചിട്ട് വേണ്ട ചെയ്യാൻ. അപ്പോൾ എടുക്കുമ്പോൾ വലിയ ഫ്രിഡ്ജ് തന്നെ എടുക്കാമെന്നുള്ള ഒരു പ്ലാനും അങ്ങനെ അപ്പോൾ അവിടെ എത്തിയപ്പോൾ വന്നതാണ്. അങ്ങനെ അവർ വാഷിംഗ് മെഷീൻ്റെയും ഫ്രിഡ്ജിൻ്റെ ഒക്കെ അളവൊക്കെ എടുത്ത് അവിടെ നിന്ന് ബുക്ക് ചെയ്ത് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ IFBൻ്റെ വാഷിംഗ് മെഷീൻ വിചാരിച്ച് പോയിട്ടുണ്ടായിരുന്നേ. പക്ഷേ നമ്മളെ ഇൻറ്റീരിയറിന് മാച്ചായിട്ട് LGൻ്റെ വാഷിംഗ് മെഷീനാണ് എടുത്തത്. പിന്നെ അങ്ങനെ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലല്ലോ പുറത്തുനിന്ന് തന്നെ ഇങ്ങനെ കൂൾ വാട്ടറൊക്കെ എടുക്കാൻ പറ്റുന്ന ഫ്രിഡ്ജൊക്കെ, അതൊക്കെ അവിടെ ചെന്നപ്പോൾ നേരിട്ട് കണ്ടു കേട്ടോ. അതിനൊക്കെ നല്ല 2 lakhിൻ്റെ റേറ്റ് വരുന്നുണ്ട്. നമ്മളതൊന്നും എടുത്തിട്ടില്ല. പിന്നെന്താ ബാക്കി വീട്ടിലെത്തി കിച്ചണിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. ഞാൻ പോയിട്ടൊക്കെ ലാസ്റ്റ് ടൈമിലാണ് ഒട്ടിച്ചിട്ടുള്ളത്. അങ്ങനെ ഇതാ പിന്നെ കുറേ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ട്. ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ളതും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ കണ്ടതാണ് ഇതിങ്ങനെ വലിച്ച് പറിച്ചെടുക്കാൻ ഭയങ്കര രസമല്ലേ. മലപ്പുറം കയ്യിൽ ക്രോക്കറിയിൽ പോയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. എന്തായാലും ഇതൊക്കെ സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആക്കാം. അപ്പോൾ ഇവിടെ ഐക്കിയയിലുള്ള പ്രോഡക്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇട്ട് വെക്കുന്ന കൊട്ടയാണ്, ഉള്ളിൻ്റെയൊക്കെ. അപ്പോൾ ഇതിങ്ങനെ 3 ഇത് വരുന്നതാണ്. എൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ താഴെ വെക്കാൻ ഇതിനുള്ളൊരു സ്പേസേ ഉള്ളൂ. അപ്പോൾ ആ ഒരു അളവൊക്കെ നോക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ പുതിയ വീട്ടിലുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ വരും. പഴയ വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം. നമ്മുടെ വീട് മുന്നേത്തെ വീഡിയോയിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇൻറ്റീരിയറും ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് വീടിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആക്കി ഇൻറ്റീരിയറൊക്കെ ചെയ്തത്. പിന്നെ കിച്ചണ് മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. ക്രോക്കറി പ്ലേറ്റും കാര്യങ്ങളും ഗ്ലാസ്, ജ്യൂസ് ഗ്ലാസ് അങ്ങനത്തെ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഡെയിലി യൂസിനുള്ള നമ്മൾ കുക്ക് വെയർസും സ്റ്റീലിൻ്റെ പാത്രങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ അങ്ങനെ ഇതിലധികം കാണിക്കണില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോരോ സംഭവങ്ങൾ കിട്ടുന്ന ഓരോരോ കവറുകൾ കിട്ടുന്നത് ഇങ്ങനെ അൺപാക്ക് ചെയ്ത്
വെക്കാണ്. ഇത് വേസ്റ്റ് ബാസ്ക്കറ്റാണ്. ഇതിൽ കവർ ചെയ്തിട്ടുള്ളത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇത് കപ്പാണ്, സെറാമിക്കിൻ്റെ മഗ്. അപ്പോൾ ഇത് 3 എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് പ്ലേറ്റാണ് കേട്ടോ. ഇങ്ങനെ പല കളറിലും ഡിസൈനിലും ഒക്കെ വരുന്ന ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട്. മലപ്പുറത്ത് ഞാൻ അങ്ങനെ വേറെ എവിടെയും ഇതേപോലെ കളക്ഷൻസ് കണ്ടിട്ടില്ല. അപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ട് തന്നെയാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇത് ഒരു ഗ്രാനൈറ്റിൻ്റെ ബിരിയാണി പോട്ടാണ്. അപ്പോൾ ഇത് നോൾട്ടൻ്റെ ആണ്. അടുത്ത ബോക്സിൽ ഇത് ജ്യൂസ് ഗ്ലാസ് ആണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ എല്ലാം ഇങ്ങനെ ഓരോ ബോക്സിലാക്കിയിട്ടും കവറിലാക്കിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ കിച്ചണിൽ വെക്കേണ്ട സാധനങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. വർക്കിംഗ് കിച്ചണിലേക്കുള്ളതൊക്കെ പിന്നെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. സെറാമിക്കിൻ്റെ സ്പൂണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ. പിന്നെ ബാക്കി ഗ്ലാസ്സാണ്, ബോട്ടിലാണ് കേട്ടോ. ഇതിങ്ങനെ വുഡിൻ്റെ ലിഡ് വരുന്ന ബോട്ടിലാണ്. ഇത് ചെറുതാണ് കേട്ടോ. ഇത് ഞാൻ 3 എടുത്തിട്ടുള്ളൂ. ഇത് പിന്നെ ഷുഗറിൻ്റെ ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് വലിയ ടൈപ്പ് നല്ല കട്ടിയുള്ള ഗ്ലാസിൻ്റെ തന്നെ ലിഡൊക്കെ വരുന്ന ടൈപ്പിലുള്ളൊരു 2 കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. ഇതാണ് ജ്യൂസ് ഗ്ലാസ് കേട്ടോ. ജ്യൂസ് ഗ്ലാസ്സുകളൊക്കെ അവിടെ പല വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ ഷെൽഫിനകത്ത് കൊള്ളുന്ന ആ ഒരു ഹൈറ്റൊക്കെ നോക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഹൈറ്റിലുള്ളതാണ് ഇങ്ങനെ വെക്കാൻ പാകത്തിനുള്ളത്. വേറെ ഉള്ളിൽ വെക്കാൻ വേറെ ഉണ്ട്. ഇതിങ്ങനെ പുറത്തേക്ക് ഷോക്ക് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഈ ഒരു ഇതിൽ കൊള്ളുന്ന ഇതിൽ ഭയങ്കര ഹൈറ്റുള്ള സംഭവമായാൽ ഇതിൽ ഇങ്ങനെ വെക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോ കബോർഡിനകത്തും ഇങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ദോശച്ചട്ടി, പിന്നെ ഫ്രിഡ്ജിൽ വെള്ളം വെക്കാൻ വേണ്ടിയിട്ടുള്ള ബോട്ടിൽ, പിന്നെ മിൽക്ക് പാന്, അങ്ങനത്തെ പിന്നെ കുറച്ച് ഇങ്ങനെ കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയുള്ള ചട്ടിയും പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഡ്രൈ ഫ്ലവറിൻ്റെ ഒരു പാക്ക് കണ്ട് അപ്പോൾ അതെടുത്തതാണ്. പിന്നെ നമ്മളെ പുട്ടും കുറ്റി, ജഗ്, അതൊക്കെയാണ്. അവിടെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ജഗ്ഗിൻ്റെ ഒക്കെ നല്ല ഇതുണ്ടായിരുന്നു. അങ്ങനെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ളതിന് അത്യാവശ്യം റേറ്റും വരുന്നുണ്ട്. പക്ഷെ അത് നമ്മളെ നാട്ടിൽ വേറെ എവിടെയും ഞാൻ അതുപോലുള്ള ഐറ്റംസ് കണ്ടിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അവിടെ പോയി പർച്ചേസ് ചെയ്യാം. നല്ല അടിപൊളി സംഭവമാണ്. അവർക്ക് ഓൺലൈൻ ഷോപ്പിംഗ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അവരുടെ ഇൻസ്റ്റ ID, കോണ്ടാക്റ്റ് നമ്പർ ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം കേട്ടോ. ഹാൻഡ് വാഷിൻ്റെ ബോട്ടിൽ, ഓയിൽ ബോട്ടിൽ, അങ്ങനെ പിന്നെ കുറേ തവി, സ്പൂണ് സംഭവങ്ങളൊക്കെയാണ് ഇതൊക്കെ. അപ്പോൾ ഉമ്മ ഉണ്ട് അടുത്ത്. ഉമ്മ സാധനങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാം അങ്ങനെ ഉമ്മാക്കും കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഹാൻഡ് വാഷൊക്കെ അതിൻ്റെ ബോട്ടിലേക്ക് ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓയിൽ ബോട്ടിലാണ്. ഞാൻ ആമസോണിൽ നിന്ന് മറ്റേ ഗ്ലാസിൻ്റെ ടൈപ്പ് ഓയിൽ ബോട്ടിലാണ് വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിന് മുന്നേ ആമസോണിൽ നിന്ന് കുറച്ച് ബോട്ടിലുകളൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സംഭവങ്ങളാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ആദ്യം എൻ്റെ കയ്യിലുള്ള പാത്രങ്ങളാണ്. അപ്പോൾ അതൊക്കെ എല്ലാം പാക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കാം. ഒരിക്കൽ അറേഞ്ച് ചെയ്ത സംഭവങ്ങൾ തന്നെ പിന്നെ ഓരോരോ
കവർ ഇങ്ങനെ പൊട്ടിച്ച് പുതിയത് കിട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഡ്രൈ ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിൽ ആർട്ടിഫിഷ്യൽ ഫ്ലവറും വരുന്നുണ്ട് കേട്ടോ. ആ വൈറ്റ് കണ്ണൊക്കെ ആർട്ടിഫിഷ്യൽ സംഭവമാണ്. നല്ലൊരു സ്മെല്ലൊന്നും പറയാനില്ല. അതൊരു അങ്ങനെ കുറേ നിൽക്കണമൊന്നുമില്ല കേട്ടോ. സ്മെല്ലും പെട്ടെന്ന് പോകുന്നുണ്ട്. പിന്നെ വാഷിംഗ് ലിക്വിഡും സംഭവങ്ങൾ, ക്ലീനിങ്ങിൻ്റെ ലിക്വിഡ് സംഭവങ്ങളൊക്കെ വാഷ് ബേസിൻ്റെ താഴെയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ക്രോക്കറി യൂണിറ്റ് പോലെ എല്ലാ പ്ലേറ്റ്സും പിന്നെ ബൗളുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം വലിപ്പമുള്ളൊരു കബോർഡാണ് കേട്ടോ. അപ്പോൾ അതിൽ അങ്ങനെ വലിയ വലിയ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണം എന്നുള്ളവർക്ക് ഇതിന് മുന്നേ ഞാൻ ആമസോണിൻ്റെ ഒരു ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ വലിയ 2 ജാർ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ബേക്കറി സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് എയർ ടൈറ്റ് ആയിട്ട് കിടന്നോളും. പിന്നെ ഉറുമ്പ് വരുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാനിത് അതിൻ്റെ കൂടെ വാങ്ങിച്ചിട്ടുള്ളത് ഇത് എന്താ കുറേ ആൾക്കാർ ചിലപ്പോൾ ബുദ്ധിമുട്ടി നിൽക്കുന്ന എല്ലാവർക്കും ഒരുവിധ ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമായിരിക്കും കേട്ടോ. വാഷിംഗ് മെഷീൻ്റെ വേസ്റ്റ് വാട്ടർ പോകുന്ന പൈപ്പാണ് കേട്ടോ അത് എൻ്റെ പഴയ വാഷിംഗ് മെഷീൻ്റെത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു പുതിയ വാഷിംഗ് മെഷീൻ എടുത്തിട്ടുണ്ട് കിച്ചണിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും അത് എന്തെങ്കിലുമൊക്കെ പഴയതൊക്കെ അലക്കാനൊക്കെ യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ആ ഒരു പൈപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആമസോണിൽ ഇങ്ങനെ നോക്കിയ ടൈമിൽ അത് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഇതേപോലെ പൊട്ടി വെള്ളം ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന ഇതുണ്ടെങ്കിൽ നല്ലൊരു ഉപകാരമായിരിക്കും കേട്ടോ. കറക്റ്റ് നമുക്ക് അളവിൽ മുറിച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ ഓരോ ബോട്ടിലേക്കും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരു ദിവസമൊന്നും എടുത്ത വീഡിയോ അല്ല കേട്ടോ. പല ടൈമിലായിട്ട് ഇങ്ങനെ കുറേ ദിവസങ്ങളിലായിട്ട് എടുത്തിട്ടുള്ളതാണ്. 2 ദിവസം പിന്നെ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ അതിന് മുന്നേ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതൊക്കെ വർക്കിംഗ് കിച്ചണിലാണ്, ഡെയിലി യൂസിനുള്ള സാധനങ്ങളാണല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഓയിൽ ബ്രഷ് ചെയ്യണ ബോട്ടിലാണ്. ഇതും ആമസോണിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇത് നല്ലൊരു ഉപകാരമുള്ള സംഭവമാണ് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാം കിച്ചണിലേക്കുള്ള ഒരു വിധമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി റൂമിൽ ബെഡ്ഷീറ്റ് ഇതിന് മുകളിൽ അങ്ങനെ കറക്റ്റായിട്ട് നിൽക്കണില്ല. പിന്നെ കിടക്കാനും ഒരു സുഖം ഉണ്ടാവില്ലല്ലോ ഈ കവർ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഈ കവറൊന്ന് പൊട്ടിച്ചെടുക്കണുണ്ട്. ബെഡിൽ തട്ടാതെ ഇങ്ങനെ സിസേഴ്സ് വെച്ച് ഇങ്ങനെ എടുത്ത് ഞാൻ മുകൾ ഭാഗത്തുനിന്ന് മാത്രം ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. അപ്പം ബെഡ്ഷീറ്റും ഒക്കെ വിരിച്ച് വീട് മൊത്തത്തിൽ ഏതാണ്ട് സെറ്റായിട്ടുണ്ട്. ഇനി പഴയ കുറേ സാധനങ്ങളുണ്ട് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്